കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു കമ്പനി ഫൗണ്ട് ചെയ്ത സമയത്ത് അതൊരു ഷെയർഡ് സ്പേസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ 4-5 ഡോറുകൾ കടന്നു വേണം ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്താൻ. ഈ ഡോറുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക് ക്ലോസർ ഫിറ്റ് ചെയ്തിട്ടുള്ള ഡോറുകളായിരുന്നു. അതായത് വലിച്ച് അകത്തേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ അതിൽ കൈവിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നടയും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞങ്ങൾ കോഫൗണ്ടേഴ്സ് എല്ലാവരും തന്നെ ഈ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരുന്നു. ആരാണ് മുമ്പിൽ നടക്കുന്നത് അയാൾ എപ്പോഴും ബാക്കിയുള്ള കോഫൗണ്ടേഴ്സിന് വേണ്ടിയിട്ട് ഈ ഡോറ് ഓപ്പൺ ചെയ്ത് പിടിച്ചിരുന്നു. ഞങ്ങൾക്ക് അന്ന് വേറെ ടീം മെമ്പേഴ്സ് ഇല്ല, ഞങ്ങൾ കോഫൗണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ. മിക്കവാറും സമയത്തൊക്കെ നമ്മൾ കയ്യിൽ ബാഗിന് പുറമെ കയ്യിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ കയറി വരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന ആളെ എപ്പോഴും ബാക്കിയുള്ളവരെ എംപതൈസ് ചെയ്തിരുന്നു. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു പ്രോബ്ലം, ആ ഒരു പെയിൻ കാണുക മാത്രമല്ല, ഞാൻ കടന്നു പോയി കഴിയുമ്പോൾ ഈ ഡോറിന് എന്താ സംഭവിക്കുക, അടുത്ത് പിന്നാലെ വരുന്ന ആളുകൾക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യുകൂടി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ചിന്ത അയാളുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ എംപതി, കെയർ, കോഫൗണ്ടേഴ്സിനോട് അല്ലെങ്കിൽ എംപ്ലോയീസിനോട്, കസ്റ്റമേഴ്സിനോട് ഒക്കെയുള്ള കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള വളരെ ട്രിവിയൽ ആയിട്ടുള്ള, വളരെ സർഫസ് ലെവലിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളതെന്ന് നമുക്ക് തോന്നാവുന്ന കുറെ കാര്യങ്ങളിൽ പോലും കാണാൻ കഴിയും. ഇങ്ങനെ ഒരാള് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് അയാളെ ഈ ഒരു വാല്യൂ ഇല്ലാത്ത ആളാണെന്ന് ഒറ്റയടിക്ക് കണക്കാക്കരുത്. വി ഷുഡ് ഗിവ് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ചില ആളുകൾക്ക് ഇത്തരം എൻവയോൺമെന്റിൽ വർക്ക് ചെയ്തൊരു ഹാബിറ്റ് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. ഇത് എല്ലായിടത്തേക്കും നമുക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലായിടത്തും ഇത് കണ്ടോളുന്നില്ല. ചില ആളുകൾ ഈ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഈ ഹാബിറ്റ് ഇല്ലാത്തതായിരിക്കാം. പക്ഷെ മറ്റ് ചില കാര്യങ്ങളോട് കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പോലും ആളുകളുടെ കോർ വാല്യൂസിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ എല്ലാവരും ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു കെയർ അല്ലെങ്കിൽ എംപതി ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.